മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി തയ്യാറാക്കാം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10-15 ചുവന്നുള്ളിയും അതൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും അതുപോലെ 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു 500 ഗ്രാം നെയ്മീനാണ്. മീൻ കഷ്ണങ്ങൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെ പുരട്ടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനത് പുരട്ടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. മൺചട്ടി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ മീൻ കറി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മീൻ കറിയിലേക്ക് എപ്പോഴും ചുവന്നുള്ളി വേണം ചേർക്കാനായിട്ട്, സവാള ചേർക്കരുത്. ഇനി ചുവന്നുള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റും കൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചേർത്ത പച്ചമുളകിനും നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ എരിവുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ഏത് മുളക് പൊടിയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീൻ കറിയിലേക്ക് എപ്പോഴും കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ അത് കുറച്ച് ചേർത്തിട്ട് ബാക്കി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ പൊടി കരിയാതെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. പൊടികൾ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ്. ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചിരുന്നത് പ്യൂരി ആക്കിയതാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കഷ്ണങ്ങളായിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പ്യൂരി ആക്കിയിട്ട് ചേർക്കുന്നതാണ്. തക്കാളി ചേർക്കുമ്പോൾ മീൻ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടായിരിക്കും. മീൻ കറിയുടെ ചാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയാണ് ചേർക്കുന്നത്. 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് കീറിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് പുളിയാണോ നിങ്ങളുടെ മീൻ കറിക്ക് ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മീൻ കറിക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മീനിലേക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണേലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. മീൻ ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. ഈ സമയത്ത് മാത്രമേ നമുക്കിത് തവി വെച്ച് ഇളക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ചുറ്റിച്ചാൽ മതി. ഞാനിപ്പോൾ തവി വെച്ച് ഇളക്കുന്നില്ല, ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മീൻ വെന്ത് കിട്ടും. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി ചാറൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ കറി നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കറി എപ്പോഴും നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കുമ്പോഴായിരിക്കും ആ മീൻ കഷ്ണങ്ങളിലേക്ക് അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ആ കറി കിട്ടുന്നത്.
അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും മീൻകറി എടുത്ത് ഉപയോഗിക്കാനായിട്ട്. ഞാൻ ഈ മീൻകറി തയ്യാറാക്കിയിട്ട് ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഈ ചാറൊക്കെ നല്ല കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മീൻകറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ മീൻകറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.